ഹലോ, ഒസിയമ്മ മലയാളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മമ്മി എല്ലാവരും ഉണ്ട് കേട്ടോ നമ്മുടെ കൂടെ. റീവൂട്ടിൽ തന്നെ മടിയിരിക്കുന്ന ആപ്പിൾ കഴിച്ചോണ്ടിരിക്കുക. തിരുവനന്തപുരത്ത് എത്തി കേട്ടോ. തിരുവനന്തപുരത്ത് നിമിഷയുടെ വീട്ടിലെത്തി. നിമിഷയുടെ പപ്പ മമ്മി ഇത് പപ്പനെ കാണിച്ചു തരാം കേട്ടോ. പപ്പനൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലേ പപ്പ? അതെ, അതുപോലെ ആനി ആന്റി ഉണ്ട്. ആനി ആന്റി ഹലോ. മമ്മിയുടെ ചേച്ചിയാണോ അനിയത്തിയാണോ? എപ്പോഴും കൺഫ്യൂഷനാ, ആനി ആന്റി ആണോ മമ്മിയാണോ? ചേച്ചിയല്ലേ? അതെ, എവറിയങ്ങ് ആനി ആന്റി ഉണ്ട് കേട്ടോ. ഞങ്ങളിപ്പോ ആനി ആന്റിനെ ജസ്റ്റ് ഒന്ന് ഡ്രോപ്പ് ചെയ്യാനായിട്ട് പോവാണ്. എന്നിട്ട് നമ്മൾ തിരിച്ച് ഞാൻ പിന്നെ പോകും കേട്ടോ. അതെ, തിരിച്ചു വന്നിട്ട് ഞാനും പോകും. പോവാറായി. 2 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. അടിച്ചു പൊളിച്ചല്ലോ മമ്മി നമ്മള്. തകർത്ത്. റീവൂട്ടൻ മിക്കാറും ഞങ്ങൾ ഇവിടെ നിർത്തിയിട്ട് പോകും കേട്ടോ. റീവൂസേ അവരെല്ലാം ഓക്കെ ആയല്ലോ മമ്മി? നിക്കാനൊക്കെ ഓക്കെ ആയി. പപ്പയും എല്ലാവരായിട്ടും കൂട്ടായി പുള്ളി കേട്ടോ. അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല. അവനെ ഇവിടെ നിർത്തിയിട്ട് പോവാണേ. നല്ല ബ്ലോക്ക് അല്ലേ രാവിലെ ഇച്ചിരി കഴിയുമ്പോ മൂക്കും കാര്യങ്ങൾ ഇത്രയല്ല വട്ടിയൂർക്കാവിലെ പോലൊക്കെ തന്നെയാ. അതല്ലേ, പിന്നല്ലാണ്ട് ഭയങ്കര തിരക്കാണ്. ചെറിയ റോഡാ, പക്ഷെ ഇത് വീതി കൂട്ടാൻ പോകല്ലോ. 4 ലൈൻ ആക്കാൻ പോകട്ടെ. ഇത് 1 വേ ആണ്. ഇത് 1 വേ ആണ്. അതിന് കണ്ടോ അപ്പുറത്ത് റിട്ടേൺ വേ അപ്പുറത്തൂടെയാ. അതല്ലേ, ഇപ്പോഴാണ് ശരിയായത് കേട്ടോ. രാവിലെ പറഞ്ഞു കൊടുത്ത അങ്ങനെ ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ സ്റ്റേഷനിലേക്ക് പോകണം കേട്ടോ. ബാബുങ്ങൾ എന്നെ കൊണ്ടുവിടാൻ വന്നു. ഹലോ ബാബുങ്ങളെ, കൊറേ നാളെ കണ്ടിട്ടല്ലേ? സോനുജി കൈസേ? സോനുജി എന്ന് പറഞ്ഞ നിമിഷാണ് കേട്ടോ. ബാബുങ്ങൾ നിമിഷയ്ക്ക് ഒരു ഹായ് പറഞ്ഞ. പപ്പയും ബാബുങ്ങളും ഞാനും കൂടെ പോവാണ് കേട്ടോ. റീവൂട്ടിനൊക്കെ അവന് ഉറങ്ങിപ്പോയല്ലോ അപ്പേ? ഉറങ്ങി, അതുകൊണ്ട് കുഴപ്പമില്ല. അതായാലും നന്നായി. അവൻ കരഞ്ഞില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ കരഞ്ഞാനെ. അപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകട്ടെ. ഞാൻ ട്രെയിനിലാണ് പോകുന്നത്. കോട്ടയത്ത് ചെന്ന് ചാടിയിട്ട് അവിടെ നമ്മുടെ അച്ഛനും അമ്മയും വെയിറ്റ് ചെയ്ത് നിൽക്കും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടോ? കുറെ നാളായി കണ്ടിട്ട്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് എന്താ പറയാനുള്ളത് അവങ്ങളെ? എല്ലാരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതെ, അതാണ് സപ്പോർട്ട്. അതെ അതെ അതെ. അപ്പൊ താങ്ക് യു കേട്ടോ. കൊണ്ടുവിടാൻ വന്നതിന് താങ്ക് യു. കലാഭവൻമണി റോഡല്ലേ? ഞാനുണ്ടല്ലോ പപ്പ ബാബുകളെ 15 വർഷത്തിന് ശേഷം ട്രെയിനിൽ കയറാൻ പോകുന്ന കേട്ടോ. 2011 എങ്ങാണ്ട് 10 കയറിയതാ. കോളേജ് പഠിച്ചോണ്ടിരുന്ന സമയത്ത് നാട്ടില്. അതിനുശേഷം ആവശ്യം വന്നില്ല. പിന്നെ നമ്മൾ ഓസ്ട്രേലിയക്ക് പോരും അവിടെ ഇവിടെ ഒക്കെ അല്ലേ. പക്ഷെ ഇന്ത്യൻ റെയിൽവേയില് 15 വർഷത്തിന് ശേഷം അതൊരു ഭയങ്കര ഒരു നൊസ്റ്റാൾജിയ കേട്ടോ. അപ്പൊ ശരി, ട്രെയിനിൽ കയറി കേട്ടോ. ഓക്കെ, ബൈ ബൈ. പിടിച്ചോ. നല്ല വെയിറ്റ് ഉണ്ട്. എന്നാണ്ട് വിശേഷം? എന്നടാ വിശേഷം? ഏറ്റവും വലിയ വിശേഷം ഇതല്ലേ? ആണോ? ഈ വരുന്നല്ലേ ഏറ്റവും വലിയ വിശേഷം. വരുന്നു പോകുന്നു അല്ലേ? നടന്ന് സ്വപ്നം കണ്ടോലായി പോയടാ. അതെങ്ങനെയാ? ഇന്ന് വന്നേച്ച് നാളെ പോയാ പിന്നെ എന്നാ പറയണേ? അല്ല, അത്രയും കാണാൻ പറ്റില്ലോ അല്ലേ? ഒരു ദിവസം അല്ലേ? നടന്നു. കൊച്ചു ഹാപ്പി ആയിട്ടിരിക്കണോ? അവൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അവനോടെ ഉണ്ട്. കാറിക്കൊണ്ട് എനിക്കോളൂ അവൻ. പക്ഷെ അവസാനമായപ്പോ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. പയ്യ ആയിക്കോളൂന്നേ. അവസാനമായപ്പോ അവൻ ശരിയായി. മമ്മി കാറിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോ അവൻ കരഞ്ഞവൻ. മിസ്റ്റർ തങ്കു പപ്പനെ വിളിച്ച് പറയാൻ തോന്നുന്നു. നിങ്ങൾ എപ്പോഴാ എത്തിയത്? ഞങ്ങള് അരമണിക്കൂർ മുമ്പ് എത്തി. ആണോ? അവിടുന്ന് വന്നപ്പോ ആദ്യം വണ്ടി ഓടിക്കുന്നല്ലടാ? അവിടുന്ന് വന്നപ്പോ ആദ്യം വണ്ടി ഓടിക്കുന്ന. പിന്നെ വരുമ്പോഴൊക്കെ എപ്പോഴും ഞാനാ ഓടിക്കാറല്ലേ? എയർപോർട്ടിൽ നിന്ന് വന്നാലും ചാച്ചൻ ഓടിക്കുന്നതല്ലേ ഞാൻ ഓടിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞാട്ടോ, നമുക്ക് ഓടിക്കാനുള്ള പയ്യെ ഓടിക്കും, സ്പീഡിലൊക്കെ ഓടിക്കും. പക്ഷെ ഇപ്പൊ നമുക്ക് സ്പീഡിൽ പെട്ടെന്ന് ചെല്ലേണ്ട കാര്യമുണ്ട്. അതുകൊണ്ട് നീ തന്നെ മേടിച്ച് ഓടിക്കണം. ഞങ്ങള് ജസ്റ്റ് ബൈക്കിലായി പോയി കേട്ടോ. അത് നമുക്ക് അവിടെ വണ്ടി നിർത്തി അത്ര ഡോറ് മറ്റൊന്നും തുറക്കത്തില്ലായിരുന്നു, കേറത്തില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ എവിടെയെങ്കിലും നിർത്തുമ്പം ബൈക്ക് ഫ്രണ്ടിലോട്ട് കയറാൻ നിർത്തിരിക്കണം കേട്ടോ.
അങ്ങനെ വന്ന് പിഴകിലെത്തിയില്ലടാ നമ്മള്. പിഴകിലെത്തി. അമ്മ ഫ്രണ്ട് വന്നിരുന്നു അല്ലേ? ഞാൻ ഫ്രണ്ട് കയറി. നിർത്താൻ സ്ഥലമില്ലായിരുന്നു. അമ്മ ഇതിലെ കൂടെ ചാടി വന്നു. അതെ, വേലിയാടി ഇതിന്റെ ഇടയ്ക്കൂടെ ചാടി വന്നു. അതെ അതെ. പിന്നെ പറയടാ, വീട്ടിൽ പറയാൻ നേരമില്ല, വീട്ടിൽ ചെന്നിട്ട് പറയാൻ നേരമില്ല, അന്നത്തേക്ക് പോറാവും. അതെ, വിശേഷങ്ങൾ എന്തൊക്കെയാന്നല്ലേ? എന്റെ പല്ലെന്നോ ജസ്റ്റ് സ്കാൻ ചെയ്യണം കേട്ടോ. ആശുചി ഡോക്ടർ ഇല്ലേ, ഡോക്ടർ മരിയൻ ഡെന്റൽ ക്ലിനിക് പാലാരിവട്ടം. അവരുടെ ആശുചിയുടെ അനിയൻ ഇവിടെ തൊടുപുഴയിലുണ്ട്, പപ്പയുണ്ട്. അപ്പം അവരുടെ ക്ലിനിക്കിൽ പോയി സ്കാൻ ചെയ്യണം. നാളെ ആശുചിയുടെ അടുത്ത് പോയിട്ട് അല്ലെ അതിന്റെ റിസൾട്ട് അനുസരിച്ച് ഉള്ള പരിപാടികൾ ചെയ്യണം. നമ്മൾ ആ അലൈനർ വെച്ചതിന്റെ ഒരു ചെറിയ ഫോളോ അപ്പ് ആണ് കേട്ടോ. വേറെ കാര്യമായിട്ടൊന്നും ഇല്ല, പ്രശ്നങ്ങളൊന്നും ഇല്ല. അലൈനർ വെച്ചതിന്റെ ഫോളോ അപ്പ്. അതെ, വന്നുകൊണ്ട് ചെയ്തെന്നുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യമൊന്നും ചെയ്യാൻ വേണ്ടി വന്നതല്ല. അതെ അതെ. നമ്മുടെ സ്ഥലം എത്തിയില്ല, പിഴക് ഇവിടുന്ന് വലത്തേക്ക് പോയ നമ്മുടെ സ്ഥലം കേട്ടോ. ഇതാണ് പിഴക് പാലം. കടനാട്. എന്റെ നാടാട്ടോ. കടനാട്ടിലേക്ക് പോകുന്ന ഇവിടുന്ന് റൈറ്റ് കയറി പോയാൽ ഈ വഴിയും കയറി പോയാൽ മതി എനിക്ക്. ചാച്ചൻ ബൈക്കിലോട്ട് പോയി കേട്ടോ. ചാച്ചൻ വേലി ആടുന്നുണ്ട്. ചാച്ചൻ ചാടുന്നില്ല എന്ന് പറഞ്ഞോണ്ടോ ഞാൻ ചാടി. ചാച്ചൻ എങ്ങനെ ഫ്രീ ആയിട്ട് തിരിക്കട്ടെ. എനിക്ക് ഭയങ്കര ആഗ്രഹം. എനിക്ക് ഡ്രൈവിങ്ങിന് വലിയ ഇഷ്ടമുള്ള ആളല്ല കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടം പുറകിലിരിക്കാനാണ്. പുറകിലിരിക്കാനും അല്ലെങ്കിൽ ഫ്രണ്ടിലിരിക്കാനും. രണ്ടുപേരും എടുക്കറ കേട്ടോ. ഈ പറയുന്ന രണ്ടുപേരും വളയം കണ്ടാ വിടുകയില്ല. ഞാൻ നിവൃത്തിയില്ലാത്തോണ്ട് ഓടിക്കുന്നുള്ളൂ. എനിക്ക് വണ്ടി ഓടിക്കാൻ വലിയ ഇഷ്ടമൊന്നുമില്ല. ചാച്ചനതെ എങ്ങനെയാണല്ലോ വണ്ടി ഓടിക്കാൻ ചാച്ചന് ഏറ്റവും ഇഷ്ടം. ഒരാളുടെ കയ്യിലേ കണ്ണാടി ബാഗിൽ വെക്കാൻ പറഞ്ഞോണ്ട് കൊടുത്താ മുഖത്തിരിക്കുന്നു. കണ്ണാടി വീക്ക്നെസ് ആണ്. എല്ലാം കൊണ്ട് കളയുകയും ചെയ്യും. കണ്ണാടി ഒന്നും സൂക്ഷിക്കില്ല കേട്ടോ. ഞാനിപ്രാവശ്യം ഒരു കണ്ണാടി കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ അവിടെ ഇരുന്ന അതിന്റെ പോയിന്ന് പറഞ്ഞില്ലായിരുന്നു ഒരെണ്ണം. അവിടെ ഒരെണ്ണം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇനി വേണ്ടേ അത്? അതെ 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 അതെ. എന്നിട്ട് തമിഴ് സിനിമയിലെ നായകനെ പോലെ ഇരിപ്പുണ്ടല്ലേ, ഇരിക്കുന്നുണ്ട് കണ്ണാടി വെച്ചോ. രണ്ട് തമിഴ് പറഞ്ഞാച്ചാ ഭയങ്കര തമിഴിനാട്ടോ. ഭയങ്കര തമിഴൊന്നുമല്ല. കണ്ണാടി வந்து எனக்கு ரொம்ப வீக்னஸ். இந்த உலகத்திலே வீக்னஸ் மம்முட்டிக்கு எனக்கு தான். അത് കലക്കി കേട്ടോ. മമ്മൂട്ടിനെ പിടിച്ചല്ലേ? മമ്മൂട്ടിയല്ല, മമ്മൂക്ക. ഇപ്പൊ ഇക്കയാ. തൊഴിലുണ്ട്. തൊഴിലെത്തിട്ടോ നമ്മളെ 5 മണിക്ക് തൊഴിലെത്തി. തിരക്കുണ്ടായിരുന്നെങ്കിലും അല്ലെ വലിയ കുഴപ്പമില്ലാണ്ട് നമ്മൾ എത്തിട്ടോ. നമ്മുടെ ജ്യോതി സൂപ്പർ ബസാറെന്നല്ല എന്റെ പേര്. എന്തൂരം വന്നിട്ടുണ്ടല്ലേ. പിന്നെ നമ്മുടെ ഫാമിലി ഡോക്ടർ എല്ലാവരും ഇവിടെ കാണിച്ചോണ്ടിരുന്നു. ക്ലിനിക്ക് അങ്ങനെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മുടെ സ്കാൻ ചെയ്ത ആൾ ഇതേ നിൽക്കുന്നു, ഡോക്ടർ ജിയോ. എന്റെ ഒരു ജൂനിയറും കൂടെ ഉണ്ടോ. ഹലോ. ഡോക്ടർ ആശയുടെ നമ്മളെ പാലാരിവട്ടത്ത് മരിയൻ ഡെന്റൽ ക്ലിനിക്ക് നടത്തുന്ന ആശയുടെ ബ്രദറാണ് കേട്ടോ. അപ്പൊ അവിടെ പോയി നമുക്ക് സ്കാൻ ചെയ്ത് സമയമില്ലാത്തതുകൊണ്ട് നമ്മളിവിടെ ഒന്ന് സ്കാൻ ചെയ്യുന്നുള്ളൂ. പല്ല് ശരിയായി വരുന്നുണ്ടല്ലോ അല്ലെ ജിയോ? അതെ, നന്നായിട്ട് നല്ല അല്ലെ പക്കയായി അല്ലേ? അവസാനം കുറച്ച് ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്താൽ മതി അല്ലെ? ജിയോ ആയിട്ട് അന്ന് സ്കാൻ ചെയ്തത് ജിയോയാണ് അല്ലെ? നമ്മുടെ പല്ല് അന്ന് അവിടെ നിന്നും സ്കാൻ ചെയ്ത് വിട്ടത് ജിയോയാ. സ്കൂളിൽ എന്റെ ജൂനിയർ ആയിട്ട് പഠിച്ചത് 2 വർഷം ജൂനിയറിലാണെന്ന് ജിയോ. 2 വർഷം ജൂനിയർ ആയിട്ട് പഠിച്ചത്. ബോവിന്റെ കൂടെ പഠിച്ചതാ. അത് ശരിയാ. അതെ, ജിയോയുടെ പപ്പയാട്ടോ ഇവിടെ തൊഴിലത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഡെന്റിസ്റ്റ്. ഞാനൊക്കെ കുഞ്ഞായിരുന്നപ്പോ തൊട്ട് ഇവിടെ വന്നോണ്ടിരുന്നു. ഇവരെ കുഞ്ഞായിരുന്നപ്പം ഇവിടെ അടുത്ത ഒരു കസേരയില് ഇവരെ കിടത്തിയാച്ചാ ഞാൻ വന്ന് പല്ലൊക്കെ കാണിക്കാൻ വേണ്ടി വന്നിരുന്നു. അല്ലല്ല, എന്റെ ഡോക്ടറിന്റെ പേര് പയസ് ഡോക്ടർ എന്നാട്ടോ. പയസ് എന്നാണ് ഡോക്ടറിന്റെ പേര്. സെന്റ് മേരീസ് ഡെന്റൽ ക്ലിനിക് ആണ്. നമ്മുടെ ജ്യോതി സൂപ്പർ ബസാറിൽ ഒരു പുതിയ ക്ലിനിക്ക് തുടങ്ങുവാണ് ബംഗളൂര്. ആണോ? പുതിയ ക്ലിനിക്ക് തുടങ്ങുന്നുണ്ടോ? അത് എന്നാ തുടങ്ങുന്നത്? 2 months സ്റ്റാർട്ട് ചെയ്യും. പേര് സെന്റ് മേരീസ് തന്നെ. സെന്റ് മേരീസ് ആയിരിക്കുമല്ലോ. പയസ് ഡെന്റൽ സെന്റർ ആയിരിക്കും. പയസ് ഡെന്റൽ സെന്റർ. അടിപൊളി, നമുക്ക് തകർക്കണം. മാർച്ചിലല്ലേ? ബംഗളൂര്. പയസ് ഡോക്ടർ ഇവിടുത്തെ ഏറ്റവും ഫേമസ് ഡെന്റിസ്റ്റ് ആണ് കേട്ടോ, പറയേണ്ട കാര്യമില്ല. ഇവിടെ തൊഴിൽക്കാർക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഓൾ ദി ബെസ്റ്റ് ലിയോ. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ഇനി കാണാട്ടോ, പിന്നെ കാണാം, വരുമ്പോ കാണാം. അമ്മ എന്റെ ഇടയ്ക്ക് ഒരിടത്ത് നിർത്തി എന്തോ മേടിച്ചു കേട്ടോ. എന്നാ മേടിച്ചേ? ഞാൻ എന്റെ നിമിഷക്കൂട്ടനും നിറക്കൂട്ടനും പൊട്ട് മേടിച്ചതാ. ആണോ? അവര് പറഞ്ഞാൽ പൊട്ട് വേണോന്ന്. അവരെപ്പോഴും തോടും കേട്ടോ. നിമിഷയ്ക്ക് എപ്പോഴും ഒരു കുഞ്ഞു പൊട്ട് ഇഷ്ടമാണ്. അത് ഇച്ചിരി വലിയ പൊട്ടല്ലേ മിറായിക്ക്?
ഏത് അത് എന്നും ഇച്ചിരി കുഞ്ഞാ മേടിക്കുന്നത്, അത് തൊടാൻ വലിയ പാടാടാ. ആണോ? തൊടാൻ കൈ വലിയ പൊട്ട അവർക്ക് ചേരില്ലായിരിക്കും അമ്മ, ചെറിയ പൊട്ടായിരിക്കും. ആ കുഴപ്പമില്ല, ഒന്ന് മാറ്റി മേടിച്ച് നോക്കുകടാ. എന്നാലും നോക്കാം നമുക്ക്. മറ്റേ തൊടാൻ വേണ്ടി കൈ കൊണ്ട് ഒന്ന് നെറ്റിയല്ലേ. നിമിഷയ്ക്ക് ഭയങ്കര വശമാട്ടോ ആ കുഞ്ഞിപ്പൊട്ട് തൊടാൻ വശമാ. ഞാൻ എന്ത് നോക്കിയാലും എനിക്ക് ആ കുഞ്ഞിപ്പൊട്ട് മിറടം നെറ്റിയെ വെക്കാൻ പറ്റില്ല, എന്റെ കയ്യിൽ തന്നെ ഒട്ടിയിരിക്കും കേട്ടോ. അവളിപ്പോ വെക്കുന്നുണ്ടോ? അതുകൊണ്ട് തൊട്ട് വലുതാ വാങ്ങിച്ചേ. അത് കൊള്ളാം. നാളെ ഷാപ്പും പടി അല്ല ചാ. കഴിഞ്ഞില്ലേ? ഇനി എന്നാ വേണ്ടേ? ചിക്കൻ മസാല എടുത്തു. ഇനി എന്നാ മസാല വേണ്ടേ? എല്ലാം എടുത്തോ, ഓരോന്ന് വെച്ച് എടുത്തോ. ഓരോ കലയിൽ 5 എണ്ണം വെച്ചെടുത്തിട്ടുണ്ട്. 5 എണ്ണം വെച്ച് വേണ്ടെന്നേ, വേണ്ട 2 എണ്ണം വെച്ച്. പെട്ടെന്ന് തീരൂടാ. 2 എണ്ണം വെച്ച് 2 എണ്ണം വെച്ച് മതിയോ? എല്ലാം കിട്ടി. ചാച്ചൻ വന്നൊരു ഇടികല്ല് വേണമെന്ന്. ഇരിക്കട്ടെ, ഒരു ഇടികല്ല് ഉണ്ട് കേട്ടോ. അതിന് ഞങ്ങൾ രണ്ടുപേരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരമാണ്. അത് ഞാൻ കറക്കി ഇടിക്കുന്നതുകൊണ്ട് ചാച്ചന് വേറെ സാധനങ്ങളൊന്നും ഇടിക്കത്തില്ലല്ലോ. ചാച്ചന് വേറെ ഒരെണ്ണം മേടിച്ചതാ. വിശക്കുന്നില്ലേ? വിശക്കുന്നുണ്ട്. അയ്യോ വീട്ടിലേക്ക് വിട്ടോ, വിശന്നിട്ട് കണ്ണു കാണാൻ പാടില്ല എനിക്ക്. ഇനി നമുക്ക് നേരെ വീട്ടിൽ പാടാം. കാടമുട്ടയോ? ഇവിടെ വന്നപ്പോ ഒരു കൊതി എല്ലാവർക്കും ബജ്ജി കഴിക്കണം ഒന്നല്ലേ? എല്ലാവർക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും. അയ്യോ ഡയറ്റ് ഒക്കെ അല്ലേ, കൊറേ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും അല്ലേ? സത്യം സത്യം. ഞങ്ങൾ ഇച്ചിരി ഉള്ളിവട മേടിച്ചു, മുളക് ബജ്ജി, പിന്നെ കാടമുട്ട അല്ലേ? അത് ചാച്ചനും അമ്മയാണോ കഴിക്കുന്ന ചാച്ചനാന്ന് പറഞ്ഞിട്ട്. അതെയോ? മുളക് ഇതിനാ ഉള്ളിവള എന്റെ കൂടെ തിരിച്ചു നല്ല സൂപ്പറല്ലേ? നാട്ടിൽ വന്നാ പിന്നെ ഇതൊക്കെ ആസ്വദിച്ചില്ലേ? ടിഷ്യൂ കൂടെ എടുത്ത് പിടിച്ചിട്ട് കഴിച്ചു. വല്ലപ്പോഴും എണ്ണയൊക്കെ കഴിച്ചെന്ന് നോക്കുന്നു, കുഴപ്പമൊന്നുമില്ല അല്ലേ? അങ്ങനെ ഉള്ളിവടയാണോ മുളക് ബജിയാണോ ഇഷ്ടം? മുളകാ? ഉച്ചയ്ക്ക് മുളകാട്ടോ ഇഷ്ടം. സൂപ്പറല്ലേ? ഓക്കെ. കോളിഫ്ലവറാ. കോളിഫ്ലവർ വറുത്തതും ഭയങ്കര ഇഷ്ടമാട്ടോ. കോളിഫ്ലവർ ഇഷ്ടം. റോഡൊക്കെ നല്ല സൂപ്പർ ആക്കിയല്ലേ റോഡ്? പിന്നെ അടിപൊളി റോഡ്. അയ്യോ കഴിഞ്ഞ തവണ എന്നാ കുഴിയായിരുന്നല്ലേ? ഭയങ്കര കുഴിയായിരുന്നു കേട്ടോ. 7 വർഷമായിരുന്നു നന്നാക്കിട്ട്. ആണല്ലേ? നമുക്ക് കുളിക്കാൻ പോണ കനാലില് വെള്ളം ഉണ്ടല്ലേ? കനാലില് വെള്ളം കണ്ടോ നിങ്ങള്? അതുപോലെ ഇനി നമ്മുടെ റോഡ് കൂടെ ആറിയാണോ അല്ലേ? അന്നേരം നമ്മൾ അവരോട് പറഞ്ഞാടാ, അവർക്ക് നല്ല സമയമില്ലാത്തോണ്ടാ. വലിയ കുഴപ്പമില്ല. നിൽക്കുന്നു ബിനോയ്. ഇതാരാ, മമ്മൂട്ടിയോ? എന്നാണ്ട് വിശേഷം? നീ പോകുന്ന പറഞ്ഞിട്ട് പോയില്ലേ? ആണോ? നീ വെയിറ്റ് ചെയ്താണോ? അത് ശരി. എന്നാണ്ടോ വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു. ഒരു ദിവസത്തേക്ക് വന്നാണ്, നാളെ പോകും. പോവാന്ന് പറയാൻ വേണ്ടി വന്നാണ്. അമ്മേ പോവാന്ന് പറയാൻ വേണ്ടി വന്നാണ്. അങ്ങനെ വീട്ടിലെത്തി, സമാധാനമല്ലേ? എപ്പോ തുടങ്ങിയ യാത്രയല്ലേ? രാവിലെ ട്രെയിനിൽ കയറി, രാവിലെ ഇറങ്ങി അടുത്ത് വന്നു. ഇതൊക്കെ എന്നാ ഇരിക്കുന്നത് എനിക്ക് അറിയാൻ പാടില്ല. ഇരിക്കുക ഇതെന്നാ? എന്റെ പെട്ടിയിൽ സ്ഥലമില്ല കേട്ടോ, ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അത് മിക്കവാറും വേണ്ടി വരും. ഇതെല്ലാം കൊണ്ടുപോകാൻ എങ്ങനെ എനിക്ക് മമ്മിയും തന്നു വിട്ടിട്ടുണ്ട്. മമ്മിയും പപ്പയും കുറെ സാധനങ്ങൾ തന്നു വിട്ടിട്ടുണ്ട്. ദൈവമേ, മിക്കവാറും ഡ്രസ്സൊക്കെ ഇവിടെ വെച്ചിട്ട് പോകേണ്ടി വരും എനിക്ക് തോന്നുന്നു. ഇതുകൊണ്ടോ ഇവിടെ ഒരാൾ അതിന്റെ ഇടയ്ക്ക് കാണിക്കുന്നുണ്ട്. ഇതെന്നാ കാണിക്കുന്നേ? നിനക്ക് വേണ്ടി അമ്മ രാവിലെ മേടിച്ചു വെച്ചിരുന്നതാ. ആണോ? ഞാൻ ഓർത്തി രാവിലെ പനയെ കയറി ചെത്തി എടുത്ത് കുടിച്ചു കൊണ്ടോ. നമ്മുടെ കള്ള് കഴിഞ്ഞ തവണ വന്നപ്പോ നമ്മൾ കുടിച്ചല്ലേ? ഇല്ലായിരുന്നല്ലേ? കുടിച്ചു കൊണ്ടോ. ഇപ്പൊ നിമിഷയ്ക്ക് കൊതി വരും. ഇത് കാണുമ്പോ കൊതിയാവും. അയ്യോ എന്നാ മധുരം അല്ലേ? ഇത് വൈകുന്നേരം ആയിട്ടും മധുരം പോയില്ല അല്ലേ? ഞാൻ രാവിലെ 7:30 മേടിച്ചു വെച്ചാട്ടോ. ഫ്രിഡ്ജ് വെച്ച് നല്ല തണുത്ത നല്ല മധുരക്കള്ള്. അയ്യോ നല്ല നല്ല ടേസ്റ്റ്. അതുപോലെ ഇത് നോക്കി അമ്മ ഉണ്ടാക്കി വെച്ച കറികൾ കണ്ടോ? ഇതെന്നാ അയലക്കറിയാ? അടിപൊളി. മമ്മി അവിടെ അയല ഫ്രൈ ചെയ്ത് തന്നു. ഇതെന്നാ മീൻ തേങ്ങോത്തല്ലേ? ഉണക്കമീൻ തേങ്ങോത്ത് വേണമെന്ന് പറഞ്ഞില്ലേ? ഇതെന്നാ? അത് ലിവർ ഫ്രൈ. ലിവർ ഫ്രൈയോ? എന്റെ പൊന്നു. ഇതോ? അത് നോക്കിയടാ പന്നീർജി. ഇതൊക്കെ ഞാൻ എപ്പോ കഴിക്കും? എടുത്തു വെച്ചോ ബാഗിനകത്തോട്ട്. ഇതെന്നാ? ചക്കയോ? ചക്ക വേവിച്ചത്. ആഹാ
എടുത്തോ പ്ലേറ്റ് എടുത്തോ പ്ലേറ്റ് എടുത്തോ ഞാൻ പ്ലേറ്റ് എടുത്തോ കപ്പയും കൂടെ വെച്ചോണ്ടിരിക്കുക. നല്ല ചൂട് കപ്പ, ആണോ നല്ല ഫ്രഷ് കപ്പയുണ്ട്. നല്ല നല്ല കപ്പയും കൂടെ വെച്ചിട്ട് നമുക്ക് കഴിക്കാം. കപ്പയും കൂടെ കഴിക്കാം. കപ്പ ഫ്രഷ് ആയിട്ട് വേവിക്കുമല്ലോ അമ്മേ. കപ്പ എല്ലാം ഞുറുക്കി വെച്ചിട്ടാ വന്നേ. വരുന്നതേ പെട്ടെന്ന് വേവും. ഒന്ന് കളിച്ചാ വേവും കേട്ടോ. പെട്ടെന്ന് വേവുന്ന കപ്പയാ. ഇപ്പൊ റെഡിയാക്കി തരാം. അത് ശരി. ആരുടെ ഷെയ്ജേന്റെ കപ്പയാ? ആ ശരി, എന്റെ അടുത്ത് വിളിച്ചോളാം. വെള്ളം തിളച്ചാ മതി വെള്ളം അല്ലേ? തിളച്ച് ഞാൻ കെറ്റിൽ വെള്ളം തിളപ്പിച്ചോണ്ടിരിക്കുക. അത് ഒഴിച്ചിട്ട് അതിനകത്തൊരു കപ്പ ഇട്ട് കഴിഞ്ഞാൽ സംഭവം റെഡി. ഇനിയിപ്പോ എല്ലാം നമുക്ക് കഴിക്കാൻ നേരത്ത് കാണിക്കാം അല്ലേ? അതെ അതെ. അങ്ങനെ അതേ കപ്പയൊക്കെ വെന്തിട്ടുണ്ട്. ഒരാൾ വിളമ്പാണ് കേട്ടോ. ഞാൻ എന്തിനാ എടുക്കാന്നറിയാവോ? ആ കാണിച്ചു തരാം. ആഹാ, അമ്മയ്ക്ക് കഴിക്കാനാന്ന് പറയരുത്. എന്റെ കൊച്ചിന് വാരി കൊടുക്കാനാട്ടോ. ഓക്കെ, താങ്ക് യു. ഇത് ഞാൻ അവിടുന്ന് ഉണ്ടാക്കി വെക്കണമെന്ന് പറഞ്ഞാൽ കേട്ടോ, നമ്മുടെ പാലക്കാരുടെ മാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള എന്നാ മീൻ പറയുന്നത്? മീൻ തേങ്ങാക്കൊത്തെന്ന് പറയും. മീൻ തേങ്ങ, ഉണക്കമീൻ ഇട്ട് വെക്കുന്നത്. ഉണക്കമീനും തേങ്ങാക്കൊത്തും കൂടി ഇട്ട് നല്ല പറ്റിച്ച് വെക്കുന്നൊരു സൂപ്പർ കറിയാണ് കേട്ടോ. അതുപോലെ ഇതേ അയലക്കറി നോക്കി, അയല നല്ല മുളകിട്ട അയലയുണ്ട് അല്ലേ? അതെ അതെ അതെ. പിന്നെ ഇത് ലിവർ ഫ്രൈ ഉണ്ട്, പിന്നെ പോർക്ക് ഫ്രൈ ഉണ്ട്, അതുപോലെ തന്നെ മീൻ വറുത്തൊക്കെ ഉണ്ട് കേട്ടോ. എടുക്കണേ ഉള്ളേ, അത് എടുത്തോട്ട് വരുന്നേ ഉള്ളൂ. നേരത്തെ ഇച്ചിരി കഴിച്ചു തോന്നുന്നു. രാത്രി കഴിച്ചിട്ട് ഞാൻ കുളിക്കാൻ കയറുക. എന്നാ പിന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കൂടെ വൈൻഡപ്പ് ചെയ്തേക്കാം. നീ കഴിക്കുന്നൊക്കെ എനിക്ക് വയറ് നിറയെ കാണണം. വയറ് നിറയെ കാണണം, അത് കണ്ണ് നിറയെ കാണണം എന്നാ പറയുന്നത്. പിന്നെ വയറ് നിറയുന്നത് എന്റെ കണ്ണ് നിറയെ കാണണം. ചെറിയ മിസ്റ്റേക്ക് പറ്റും. ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം മറന്നു പോയി കേട്ടോ. എന്നാ ചെയ്യണ്ടേ, എന്നാ പറയേണ്ടതൊന്നും അറിയത്തില്ല കേട്ടോ. സന്തോഷം കൊണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ഓർത്ത് വരുമ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ട് പോവുകയും ചെയ്യും. പോവാന്ന് പറയാൻ വന്നതാണല്ലോ. എന്നാലും നമ്മുടെ വീഡിയോ കൂടെ പയ്യൻ വൈൻഡപ്പ് ചെയ്തേക്കാം കേട്ടോ. ഞങ്ങളുടെ ചെറിയ വീഡിയോ ആയിരുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ കരുതുന്നു. നമ്മുടെ റീവൂട്ടൻ അവിടെ ആയി പോയി കേട്ടോ. പക്ഷെ കുഴപ്പമില്ല, ഞങ്ങൾ അവിടെ തന്നെ വന്ന് അല്ലേ, അതിനിടയ്ക്കിടയ്ക്ക് കാണാനൊക്കെ വരും, അവനെ കൊണ്ടുപോകും. ഏതായാലും നമ്മുടെ വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അല്ലേ? തീർച്ചയായിട്ടും. നിമിഷയുടെ പാട്ട് മിസ്സായല്ലേ? നിമിഷയുടെ പാട്ട് മിസ്സായല്ലേ? ഞാൻ പാടോടാ. അമ്മ വേണേ പഠിക്കൂ, അത്രയ്ക്ക് വേണോ? വേണ്ട വേണ്ട, സമാധാനമായിട്ടിരുന്നോട്ടെ. അതെ അതെ അതെ. അതായാലും നിമിഷം ഇതൊക്കെ കണ്ട് കൊതി വിട്ടിരിക്കുകയായിരിക്കും കേട്ടോ. പ്രത്യേക നിമിഷയ്ക്ക് വേണ്ടി മാത്രം ഒന്നുകൂടെ കാണിക്കട്ടെ.